ഹായ് ഹലോ എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ദാരിദ്ര്യം അനുഭവിക്കുന്നവര് അല്ലെങ്കിൽ പണവും ആൾബലവും ഇല്ലാത്തവര് അനുഭവിക്കുന്ന സമൂഹത്തിൽ അനുഭവിക്കുന്ന ചില ഒറ്റപ്പെടലുകള് അല്ലെങ്കിൽ അവർ അനുഭവിക്കുന്ന ചില വിഷമങ്ങളെ കുറിച്ച് നിങ്ങൾ എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? സീൻ 1. കോട്ടയത്ത് നാഗമ്പടത്തുള്ള എന്റെ വീട്. എന്റെ വീട്ടില് ഈ സംഭവം നടക്കുമ്പോൾ ഞാനും എന്റെ സഹോദരനും മാത്രമേ ഉള്ളൂ. ഈ സമയത്ത് ഞാനും എന്റെ സഹോദരനും ഒരു പലഹാരം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. ഗോതമ്പ് ദോശയിൽ പഞ്ചസാരയും തേങ്ങയും വെച്ച് ഒരു പലഹാരം ഉണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എനിക്ക് അന്നൊരു 13 വയസ്സ് പ്രായം, എന്റെ സഹോദരന് 18 വയസ്സ് പ്രായം. 2008 ഈ സംഭവം നടക്കുന്നത്. അങ്ങനെ ഇരിക്കെ ഞങ്ങൾക്ക് നല്ല വിശപ്പുള്ള ഒരു പ്രായം. ആ ഒരു പ്രായത്തിൽ കുട്ടികൾക്ക് നല്ല വിശപ്പായിരിക്കും അല്ലെ? ഈ വിശപ്പോട് കൂടി ഞങ്ങളിങ്ങനെ ഓരോ ദോശ, ഞാനാണ് ദോശ ചുടുന്നത്, ഓരോ ദോശ ചുടുന്നു, അതിനകത്ത് തേങ്ങയും പഞ്ചസാരയും വെക്കുന്നു, അവൻ ഒരെണ്ണം കൊടുക്കുന്നു, ഞാൻ ഒരെണ്ണം കഴിക്കുന്നു. ഞങ്ങൾ അങ്ങനെ ഇങ്ങനെ സന്തോഷത്തോടെ ഇങ്ങനെ ഇതുണ്ടാക്കി കഴിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്റെ അമ്മ ആ സമയത്ത് വീട്ടിലില്ല. എന്റെ അമ്മ ആ സമയത്ത് ചങ്ങനാശ്ശേരി ഒരു മഠത്തിൽ പോയിരിക്കുകയാണ് ഒരാവശ്യത്തിന്. അപ്പൊ കോട്ടയത്ത് നിന്ന് ചങ്ങനാശ്ശേരി വരെ എന്തുമാത്രം ദൂരം ഉണ്ടെന്ന് നിങ്ങൾക്ക് ഉദ്ദേശിക്കുക, ഒരു അരമണിക്കൂർ ദൂരം ബസ്സിൽ. അങ്ങനെ അമ്മ പോയിരിക്കുകയാണ്. അപ്പൊ ഞാനും ഇവരും മാത്രമേ ഉള്ളൂ വീട്ടില്. ഒന്ന് ഒന്ന് തൊട്ടാൽ പോലും തുറക്കുന്ന ഒരു കതകാണ് ഞങ്ങളുടെ വീടിന്റെ. ജസ്റ്റ് ഇങ്ങനെ ടച്ച് ചെയ്താൽ മതി, ഞങ്ങളുടെ വീടിന്റെ കതക് തുറക്കും. അത്രയ്ക്കും അടച്ചുറപ്പേ ഉള്ളൂ ആ വീടിന്. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു 10-25 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഒരു 6.5 അടി പൊക്കമുള്ള, മുടി പിന്നിലേക്ക് കെട്ടിയ ഒരു പുരുഷൻ ഞങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വരികയാണ്. എങ്ങനെ വെറുതെ കടന്നു വരികയല്ല, അവന്റെ കാലുപയോഗിച്ച് അവൻ ഈ കതക് തൊഴിച്ച് കതക് ചവിട്ടി തുറന്ന് ഇവൻ ഈ വീട്ടിനുള്ളിലേക്ക് പ്രവേശിക്കുകയാണ്. ഇവൻ ഈ വീട്ടിനുള്ളിലേക്ക് കയറിയതും ഞങ്ങൾ ഈ ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞങ്ങള് ഒരു നിമിഷത്തേക്ക് നിശ്ചലമായിട്ട് പോവാണ്. ഇത് ആരാ, എന്താ? എപ്പോഴും നമ്മുടെ മനസ്സിലൊരു പേടിയുണ്ട്. കാര്യം നമ്മൾ അങ്ങനെ ഒരു ഒറ്റപ്പെട്ട് ജീവിക്കുന്ന, അധികം പണമില്ലാത്ത, ജാതിയിൽ താഴ്ന്ന സമൂഹത്തിൽപ്പെട്ട ഒരാൾക്കാരാണ്. നമുക്ക് പൊതുവെ ആ ഒരു സമയത്ത് മൊത്തത്തിൽ ഒരു പേടിയോട് കൂടിയാണ് നമ്മൾ ജീവിക്കുന്നത്. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ഇവൻ ഈ വീട്ടിലേക്ക് കയറി വരുന്നത്. ഇവൻ കയറി വന്ന പാടെ ഇവൻ ഉറക്കെ തെറി വിളിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവൻ എന്നെ തെറി വിളിക്കുന്നു, എന്റെ സഹോദരൻ തെറി വിളിക്കുന്നു. സീൻ നമ്പർ 2. അങ്ങനെ ഇരിക്കുമ്പോൾ ഈ കയറി വന്നവൻ ആക്രമിക്കാൻ തുടങ്ങുകയാണ്. എന്നെ തള്ളിയിട്ട ശേഷം എന്റെ സഹോദരനെ പൊതുരെ ഇടിക്കുകയാണ്. അവനെ കൊണ്ട് പറ്റുന്ന അത്രയും ശക്തിയിൽ അവൻ ഇവനെ തലങ്ങനെയും വിലങ്ങനെയും എല്ലാം അടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇവനെ അടിച്ചു വീടിന് പുറത്തേക്ക് കൊണ്ടിരുന്നു. അവിടെ ഒരു മെയിൻ ഗുണ്ട, നാഗമ്പടത്ത് വളരെ 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 ഫേമസ് ആയ ഒരു മെയിൻ ഗുണ്ടയും അവന്റെ കൂട്ടത്തില് മറ്റു ഒരു 6 ഗുണ്ടകളും ചേർന്ന് എന്റെ സഹോദരനെ വീണ്ടും 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 ഉപദ്രവിക്കുകയാണ്. അവനെ ഒരുപാട് അടിക്കുന്നു, ഇടിക്കുന്നു, ചവിട്ടുന്നു. ഞാൻ കരഞ്ഞുകൊണ്ട് കാല് പിടിച്ച് ഓരോരുത്തരെ കാല് ഞാൻ പിടിക്കുകയാണ്. അവനെയൊന്നും ചെയ്യല്ലേ എന്ന് പറഞ്ഞ് ഞാൻ പിടിക്കുന്നുണ്ട്. ആ സമയത്തൊക്കെ എന്നെ തള്ളിയിട്ടുകൊണ്ട് എന്നെ അനാവശ്യം മാത്രം ഭയങ്കര കേട്ടാൽ അറയ്ക്കുന്ന പോലത്തെ തെറി ഇവർ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. കൂടാതെ ഇവനെയും അടിച്ചുകൊണ്ടിരിക്കുകയാണ്. സീൻ നമ്പർ 3. എന്താണ് ഇവനിൽ ആരോപിക്കപ്പെട്ട കുറ്റം? അതുകൂടി പറയണമല്ലോ. വെറുതെ ഒരാൾ വീട്ടിൽ വന്ന് അടിച്ചെന്ന് പറഞ്ഞാൽ നിങ്ങൾ ആരും വിശ്വസിക്കത്തില്ല അല്ലെ? അപ്പോ ഈ ദരിദ്രനായ എന്റെ സഹോദരൻ അല്ലെങ്കിൽ എന്റെ വീട്ടുകാര് ആരുമില്ലാത്ത ഞങ്ങളുടെ പേരിൽ ആരോപിക്കപ്പെട്ട കുറ്റം എന്നത്, നാഗമ്പടത്ത് ഒരു വഴക്കുണ്ടാവുകയും ഒരു അടിപിടി ഉണ്ടാവുകയും ഈ മെയിൻ ഗുണ്ട മറ്റൊരാളെ ഇടിക്കുകയും ചെയ്തു. അയാൾ തിരിച്ചു അടിച്ചു. ഈ സമയത്ത് ഈ മെയിൻ ഗുണ്ട അടിച്ച ആളുടെ ഷർട്ട് ഊരി എന്റെ സഹോദരൻ അവിടെ കാഴ്ചക്കാരനായിട്ട് നിൽപ്പുണ്ടായിരുന്നു. ഈ വഴക്കുണ്ടായപ്പോൾ എന്റെ സഹോദരൻ ഈ ഷർട്ട് വാങ്ങിച്ചു പിടിച്ചു എന്നാണ് എന്റെ സഹോദരന്റെ മേൽ ചാർത്തപ്പെട്ട കുറ്റം. അത് ഭയങ്കര വലിയ കുറ്റം അല്ലെ? അവർ രണ്ട് വീഡിയോ ഉണ്ടാക്കുമ്പോഴത്തേനും ഈ മെയിൻ ഗുണ്ട ഇടിച്ച ഈ ആള് ഷർട്ട് ഊരി അവിടെ നിന്ന് ഒരുത്തന്റെ കൈ കൊടുത്തു. ഇത് കണ്ടുകൊണ്ട് ഒരുത്തന്റെ കൈ കൊടുത്തു. അതെന്റെ സഹോദരനാണ്. അത് മേടിച്ചെന്നെ സഹോദരൻ പിടിച്ചു. അത് ഈ മെയിൻ ഗുണ്ടനെ സംബന്ധിച്ച് അത് വലിയൊരു കുറ്റമാണ്. ആ കുറ്റം ചെയ്യാൻ പാടില്ല. അതേ സമയത്ത് ഒരു പണമോ ഒരു ആൾബലമോ ഉള്ള ഒരു കുട്ടിയാണ് ഇത് ചെയ്തിരുന്നെങ്കിൽ അവൻ ഇത്രയും പ്രശ്നം ഉണ്ടാക്കത്തില്ലായിരുന്നു. അവൻ ഇങ്ങനെ വീട്ടിൽ കയറത്തില്ലായിരുന്നു. പക്ഷെ നമ്മള് അങ്ങനത്തെ ഒരു സാഹചര്യം ആയതുകൊണ്ട് ആർക്കും കയറി ഉപദ്രവിക്കാം, എന്തും ചെയ്യാന്നുള്ളൊരു സാഹചര്യം ഉള്ളതുകൊണ്ട് അവൻ ആ വീട്ടിൽ കയറി അവനത് ചെയ്തു. ഇത്രയും പേര് കൂടി ഇടിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. എപ്പോഴാണ് ഇവൻ പിന്മാറിയത്? സീൻ നമ്പർ 3. ഇവൻ പിന്മാറിയത്, ഇവൻ അവിടെ കീപ്പായിട്ട് വെച്ചുകൊണ്ടിരുന്ന ഒരു സ്ത്രീയുണ്ട്. ആ സ്ത്രീ വരികയും ആ സ്ത്രീ ഇവനെ വട്ടം കയറി പിടിക്കുകയും ഇവനെ കെട്ടിപ്പിടിക്കുകയും ഒന്നും ചെയ്യരുതെന്ന് ആവശ്യപ്പെടുകയും ചെയ്തപ്പോ ഇവൻ പിന്മാറി. ആ സ്ത്രീയിലാണ് ഇവന്റെ ഫുൾ കോൺസെൻട്രേഷൻ അന്നേരം പോയത്. അതുകൊണ്ട് ഈ മെയിൻ ഗുണ്ട പിന്മാറി. മെയിൻ ഗുണ്ട പിന്മാറിയതിന് കൂടെ ഈ കൂട്ടത്തിൽ ഉണ്ടായിരുന്നവരും പിന്മാറി. ഇതെല്ലാം അറിഞ്ഞുകൊണ്ട് ചങ്ങനാശ്ശേരി പോയ എന്റെ അമ്മ കരഞ്ഞു നിലവിളിച്ചുകൊണ്ട് വരികയാണ്. എന്റെ അമ്മേനെയും ഇവർ ഒരുപാട് തെറികൾ വിളിക്കുകയാണ്. ഈ സമയത്തെല്ലാം നാട്ടുകാർ കാഴ്ചക്കാരായിട്ട് നോക്കി നിൽപ്പുണ്ട്. ആരും തന്നെ ഇടപെടുന്നില്ല, ആരും തന്നെ പിടിച്ചു മാറ്റുന്നില്ല. ഒരു വശത്ത് ഒരുപക്ഷെ അവർക്ക് ഭയം കാണും, ഒരു വശത്ത് എന്തിനാണ് ഞങ്ങൾ ഇതിനകത്ത് ഇടപെടുന്നത് എന്നൊരു ചോദ്യവും കാണും. ആരും ഇടപെട്ടില്ല. എന്റെ സഹോദരൻ ഒരു മരണാസന്നനായിട്ട് തറയിൽ വീണ് കിടക്കുകയാണ്. ഭക്ഷണം കഴിച്ചുകൊണ്ടിരുന്ന ഞാനും അവനും ഞങ്ങള് എന്താ പറയുന്നത്, നിസ്സഹാരായിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ്. ഞാൻ നിലവിളിക്കുന്നുണ്ട്, കരയുന്നുണ്ട്. 13 വയസ്സ് മാത്രമേ എനിക്ക് അന്ന് പ്രായമുള്ളൂ. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവര് വന്ന ഒരു വലിയൊരു വണ്ടിയിലാണ് ഇവർ വന്നത്. ആ വണ്ടിയിലേക്ക് തിരിച്ചു കയറി ഇവർ പോവുകയാണ്. ഇവർ പോകുന്ന വഴിക്ക് ഇവർ പറയുകയാണ്, നിങ്ങൾ എങ്ങനെ കേസ് കൊടുത്താൽ ഞങ്ങൾ ഇനിയും വരും. അത് വളരെ ഞെട്ടലോട് കൂടി ഞാനും അമ്മയും കേൾക്കുകയാണ്. അയ്യോ, അവർ ഇനിയും വരുമോ? അപ്പൊ നാട്ടുകാർ ഒന്നടങ്കം പറയാണ്, നിങ്ങൾ ഒരു കാരണവശാലും പോലീസിനൊന്നും വിളിക്കരുത്, നിങ്ങൾ പരാതി ഒന്നും കൊടുക്കരുത്, കൊടുത്തു കഴിഞ്ഞാൽ അവർ ഇനിയും വരും. അങ്ങനെ ഇരിക്കുമ്പോൾ ഇവനെ ആശുപത്രി കൊണ്ടുപോകാനായിട്ട് ഒരു 100 രൂപ പോലും എന്റെ അമ്മയുടെ കയ്യിൽ ഇല്ല അന്ന്. അങ്ങനെ ഇരിക്കുമ്പോൾ
ഈ കീപ്പായിട്ട് വെച്ചിരുന്ന സ്ത്രീയുടെ സഹോദരി അവരുടെ കാതിലുള്ള കമ്മൽ ഊരി എന്റെ അമ്മയുടെ കൊടുക്കുകയാണ്. എന്നിട്ട് എത്രയും പെട്ടെന്ന് ആശുപത്രി കൊണ്ടുപോകാൻ പറയും. അങ്ങനെ ആശുപത്രിയിൽ ഇവനെ കൊണ്ടുപോകുന്നു. ഇവന് 3 ദിവസത്തോളം മൂത്രം പോകുന്നില്ല. അങ്ങനെ ഇവന് ഒരുപാട് പച്ചമരുന്നുകളും ഒറ്റമൂലി മരുന്നുകളെല്ലാം കൊടുത്ത് ഇവനെ നമ്മള് ആശുപത്രിയിൽ നിന്ന് നമ്മള് തിരിച്ചു കൊണ്ടുവന്നു. ഇവന് ഒരാഴ്ചയോളം ഒരു പണി തീരാത്തൊരു വീട്ടിൽ ഒരാഴ്ചയോളം ഞങ്ങൾ പൂട്ടിയിട്ടു. കാര്യം ഞങ്ങൾക്ക് പേടിയായിരുന്നു. ഇനി അവര് വരുവോ? ഇനി അവനെ ഉപദ്രവിക്കും എന്നുള്ള പേടി കാരണം ഞങ്ങൾ അവനെ ആ വീട്ടിൽ താമസിപ്പിച്ചു. ചെവി അറിഞ്ഞില്ല. ഞങ്ങൾ ആരോടും പറഞ്ഞില്ല. ഞങ്ങളുടെ വിഷമങ്ങളും ഞങ്ങളുടെ ബുദ്ധിമുട്ടുകളൊന്നും ആരോടും പറഞ്ഞില്ല. ഞങ്ങൾക്ക് ഇങ്ങനെ ഉണ്ടായ അനുഭവം ഞങ്ങൾ ആരോടും പറഞ്ഞു. ഞങ്ങൾ ഒരു പരാതിക്കും പോയില്ല. ഞങ്ങൾക്ക് അന്ന് പേടിയായിരുന്നു. അന്ന് ഇന്നത്തെ സോഷ്യൽ മീഡിയയോ ഫോണോ ഒന്നുമില്ല. പണമില്ല. അങ്ങനെ ഞാനിപ്പോ എന്താ ഇവിടെ വന്ന് പറയാൻ കാരണംന്ന് വെച്ച് കഴിഞ്ഞാല്, പണം ഇല്ലാത്തവരുടെ അടുത്തും ദാരിദ്ര്യം അനുഭവിക്കുന്നവരുടെ അടുത്തും ആൾബലം ഇല്ലാത്തവരുടെ അടുത്തും സമൂഹം എങ്ങനെയാണ് അവരുടെ ജീവിതത്തിൽ ഇടപെടുന്നത്? അവരെ എങ്ങനെയാണ് നോക്കിക്കാണുന്നത്? അവരെത്രമാത്രം ഒറ്റപ്പെടൽ അനുഭവിക്കുന്നുണ്ട്? വെറും പട്ടിണി മാത്രമാണോ? ഭക്ഷണം ഇല്ലാത്ത അവസ്ഥ മാത്രമാണോ? അല്ല. അവരനുഭവിക്കുന്ന മാനസിക പിരിമുറുക്കം, അവരനുഭവിക്കുന്ന കഷ്ടപ്പാട്, അതൊന്നും ആർക്കും പറഞ്ഞാൽ മനസ്സിലാകത്തില്ല. ആ ഒരു സമൂഹത്തിൽ നിന്ന് വന്നവര്, ഉയർന്നു വന്നവര്, അല്ലെങ്കിൽ നിലവിൽ അവിടെ നിൽക്കുന്നവർക്ക് മാത്രമേ ഇത് കേട്ടാൽ ഇതിനകത്തുള്ള കഴമ്പ് എന്താണ് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ പറ്റും. എല്ലാവർക്കും ഇത് മനസ്സിലാക്കാൻ പറ്റത്തില്ല. ഇത്രയും വർഷങ്ങൾക്ക് ശേഷം ഞാൻ എന്തിനാണ് ഇവിടെ ഇത് വന്ന് പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എനിക്കിത് പറയണം. എനിക്കിങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടുണ്ട്. ഇപ്പോഴും ഇത്രയും 18 വർഷം കഴിഞ്ഞു. ഇപ്പോഴും കണ്ണ് നിറയാതെ എനിക്കത് ഓർക്കാൻ പറ്റത്തില്ല ആ ഒരു സംഭവം. ദാരിദ്ര്യം എന്ന് പറയുന്നത് മറ്റാരോ ചെയ്ത തെറ്റിന് നമ്മൾ ശിക്ഷ അനുഭവിക്കുന്ന പോലെയാണ്.